ഹലോ മക്കളെ, അപ്പോൾ നമ്മളുടെ എക്സാമിനറിൻ്റെ പ്രീ നീറ്റ് ആൻഡ് പ്രീ ജെഇക്ക് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്, അതായത് August 30th ആണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളൊരു നീറ്റ് അല്ലെങ്കിൽ ജെഇക്ക് വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നമ്മുടെ എക്സാമിൻ്റെ കറക്റ്റ് ഒരു മോഡൽ എക്സാം എഴുതിയത് അതേ ഒരു ഫീലായിരിക്കും നമ്മുടെ പ്രീ നീറ്റ് ആൻഡ് പ്രീ ജെയിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നമ്മുടെ എക്സാം അറ്റ്മോസ്ഫിയർ ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻ പാറ്റേൺ ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻ പേപ്പർ ആയിക്കോട്ടെ, എല്ലാം തന്നെ എക്സാക്റ്റ് നമ്മുടെ നീറ്റ് എക്സാമിൻ്റെയും ജെഇ എക്സാമിൻ്റെയും അതേ പാറ്റേൺ ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ പ്രിപ്പറേഷൻസിനെയും നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു എക്സാം ആയിരിക്കും. ആൻഡ് ഇത് നമ്മുടെ എല്ലാ യൂട്യൂബിലുള്ള ക്ലാസ് കാണുന്ന മക്കളായിക്കോട്ടെ, നമ്മുടെ ബാച്ചിലുള്ള മക്കളായിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ്. പക്ഷേ ഈ എക്സാം നിങ്ങൾക്ക് എഴുതാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് August 30th ആണ്. അപ്പം ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് മിസ് ഒന്നുകൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ സിലബസ്, ഇതിൻ്റെ ഡേറ്റ്, എക്സാം പാറ്റേൺ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ പ്രീ നീറ്റ് പ്രീ ജെയിനെ കുറിച്ച് കേൾക്കുന്നതെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഓക്കെ, രജിസ്റ്റർ ചെയ്യാൻ ഒട്ടും മറക്കരുത്. August 30th ആണ് ലാസ്റ്റ് ഡേറ്റ് കേട്ടോ. സോ എന്താണ് നമ്മുടെ പ്രീ നീറ്റ് ആൻഡ് പ്രീ ജെഇ? ഈ എക്സാം നമ്മൾ പ്രീ നീറ്റും പ്രീ ജെഇയും +1 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. +2 സ്റ്റുഡൻസിനാണെങ്കിൽ പ്രീ നീറ്റ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ +1 സ്റ്റുഡൻസിനാണെങ്കിൽ പ്രീ നീറ്റും ഉണ്ട്, പ്രീ ജെഇയും ഉണ്ട്. +2 സ്റ്റുഡൻസിന് പ്രീ നീറ്റ് എക്സാം മാത്രമാണുള്ളത്. ഓക്കെ, ആൻഡ് ഇവരുടെ സിലബസ് ഇപ്പോൾ +1 സ്റ്റുഡൻസിനായാലും +2 സ്റ്റുഡൻസിനായാലും നിങ്ങളുടെ സിലബസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓണം എക്സാം വരെയുള്ള ചാപ്റ്റേഴ്സാണ്. ആൻഡ് +2 സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് +2 ചാപ്റ്റേഴ്സ് മാത്രമാണ് ഉണ്ടാവുക. ഓക്കെ, നിങ്ങൾക്ക് +2 ചാപ്റ്റേഴ്സിൽ ഓണം എക്സാം വരെയുള്ള പോർഷൻസ് ആണ് ഉണ്ടാവുക. +1 സ്റ്റുഡൻസിനാണെങ്കിൽ നിങ്ങൾക്ക് നീറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ ഓണം എക്സാം വരെയുള്ള ചാപ്റ്റേഴ്സ്. ആൻഡ് ജെഇക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ മാത്സിലെ ഓണം എക്സാം വരെയുള്ള ചാപ്റ്റേഴ്സ്. ആൻഡ് +1 മക്കൾ നീറ്റ് എക്സാമും ജെഇ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീ നീറ്റും എഴുതാം, പ്രീ ജെഇയും എഴുതാം. പക്ഷേ ഒരേ ഒരു കണ്ടീഷൻ, നിങ്ങൾ 2 തവണ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഇനി നമ്മളുടെ എക്സാമിൻ്റെ സിലബസിലേക്ക് വരുന്ന സമയത്ത് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമുക്കുള്ളത്? ഓക്കെ, ഇപ്പോൾ ഫിസിക്സിനാണെന്നുണ്ടെങ്കിൽ +1 പ്രീ നീറ്റിന് ഫസ്റ്റത്തെ ഈ 4 ചാപ്റ്റേഴ്സാണ് ഉണ്ടാവുക. ആൻഡ് കെമിസ്ട്രിക്ക് ഫസ്റ്റത്തെ ഈ 3 ചാപ്റ്റേഴ്സാണ് ഉണ്ടാവുക. ബയോളജിക്കാണെങ്കിൽ നമുക്ക് സുവോളജിയും ബോട്ടണിയും ഉണ്ട് അല്ലേ? ബോട്ടണിയിൽ നിന്ന് 3 ചാപ്റ്റേഴ്സ്, സുവോളജിയിലും 3 ചാപ്റ്റേഴ്സ്. ഇതാണ് +1 പ്രീ നീറ്റിൻ്റെ സിലബസ്. ആൻഡ് +1 പ്രീ ജെഇക്കാണെങ്കിൽ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി സെയിം ആണ്. നിങ്ങൾ രണ്ടും എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടും സെയിം തന്നെയാണ്. വ്യത്യാസം എന്താണ്? നിങ്ങൾക്ക് ബയോളജിയുടെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? 2 എക്സാം എഴുതുന്നവരാണെങ്കിൽ മാത്സ് കൂടെ പഠിക്കേണ്ടി വരും. അതല്ല പ്രീ ജെഇ മാത്രമാണെങ്കിൽ നിങ്ങൾ ബയോളജിക്ക് പകരം മാത്സിൽ ഈ ഫസ്റ്റത്തെ 4 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മതി. ഇനി +2യുടെ സിലബസ്. +2കാർക്ക് എപ്പോഴുള്ള സംശയമാണ്, മിസ് ഞങ്ങൾ +2കാരല്ലേ, ഞങ്ങൾ +1ൻ്റെ ചാപ്റ്റേഴ്സും പഠിക്കണോ? വേണ്ട. ഈ ഒരു പ്രീ നീറ്റ് എക്സാമിന് നിങ്ങൾക്ക് നിങ്ങളുടെ +2ലെ ഫസ്റ്റത്തെ 4 ചാപ്റ്റേഴ്സാണ് ഫിസിക്സിനുണ്ടാവുക. ആൻഡ് ഫസ്റ്റത്തെ 4 ചാപ്റ്റേഴ്സാണ് കെമിസ്ട്രിയിലുണ്ടാവുക. ബയോളജിയിലാണെങ്കിൽ നമ്മുടെ ഈ ഓണം എക്സാം വരെയുള്ള 5 ചാപ്റ്റേഴ്സ്. ഓക്കെ, അതാണ് നിങ്ങളുടെ +2ൻ്റെ സിലബസ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മളുടെ മാർക്കിംഗ് സ്കീമൊക്കെ എക്സാക്റ്റ് നമ്മളുടെ നീറ്റ് എക്സാമിൻ്റെയും അതുപോലെ ജെഇ ആണെങ്കിൽ ജെഇയുടെ എക്സാമിൻ്റെയും സെയിം പാറ്റേൺ തന്നെയാണ്. നമുക്ക് സെക്ഷൻ എയും സെക്ഷൻ ബിയും ഉണ്ടാകും. സെക്ഷൻ എയിൽ നിങ്ങൾക്ക് 35 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 35 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാം. ആൻഡ് സെക്ഷൻ ബിയിലാണെങ്കിൽ 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ നിങ്ങൾ 10 ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. 5 എണ്ണം ഓപ്ഷണലാണ്. ഓക്കെ, ദെൻ അടുത്തത് നമ്മളുടെ ജെഇയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഉണ്ടാവുക. ഇതിൽ നിങ്ങൾക്ക് സെക്ഷൻ എയിൽ 20 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ ചെയ്യാം. ആൻഡ് സെക്ഷൻ ബിയിൽ 10 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ 5 എണ്ണം മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അങ്ങനെയാണ് നമ്മളുടെ പാറ്റേൺ വരുന്നത്. ആൻഡ് എന്തുകൊണ്ട് ഞാൻ പ്രീ നീറ്റ് അല്ലെങ്കിൽ പ്രീ ജെഇ എഴുതണം ഒന്ന് മിസ് പറഞ്ഞു. നിങ്ങൾ സീരിയസ് ആയിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് തന്നെ നമ്മളോടൊരു കോൺഫിഡൻസ് കിട്ടാനും നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് വരുത്താൻ സാധ്യതയുള്ള മിസ്റ്റേക്സ് നേരത്തെ കൂട്ടി മനസ്സിലാക്കി നമ്മുടെ പ്രിപ്പറേഷൻസിൽ വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്താനും ഒക്കെ നമ്മളെ സഹായിക്കുന്നതായിരിക്കും ഈ പ്രീ നീറ്റ് അല്ലെങ്കിൽ പ്രീ ജെഇ എക്സാം. അതുകൂടാതെ നമ്മളുടെ ഈ ഒരു എക്സാമിൽ ടോപ്പ് 10 സ്റ്റുഡൻസ്, ഓക്കെ, ടോപ്പ് 10 സ്റ്റുഡൻസിന് 10,000 rupees ക്യാഷ് പ്രൈസ് ഉണ്ട്. ആൻഡ് ടോപ്പ് 50 സ്റ്റുഡൻസിന് നമ്മുടെ എക്സാം വിന്നർ ബാച്ചസിൽ 50% സ്കോളർഷിപ്പ് ഉണ്ടാകും. അപ്പം ഈ ഒരു കാര്യം കൂടെ നമ്മുടെ പ്രീ നീറ്റ് അല്ലെങ്കിൽ പ്രീ ജെഇ എക്സാമിലൂടെ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ഡേ എന്നാണെന്ന് മറക്കാതിരിക്കുക. September 22 സൺഡേ ആണ് നമ്മളുടെ എക്സാം. പക്ഷേ രജിസ്ട്രേഷൻ നാളെയോടുകൂടി ക്ലോസ് ചെയ്യുന്നതാണ്. അതായത് August 30th കൂടി നമ്മുടെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യും. എക്സാം September 22 കരുതി നിങ്ങൾ എന്ത് ചെയ്യരുത്? അതുവരെ രജിസ്റ്റർ ചെയ്യാതിരിക്കരുത്. രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്.
ഓക്കെ, അപ്പോൾ നമ്മുടെ നീറ്റ് ആണെങ്കിൽ പ്രീ JEE ആണെങ്കിൽ മക്കളെ 10 മണി മുതൽ 1 മണി വരെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റാണ്. ആൻഡ് +2 പ്രീ നീറ്റ് ആണെങ്കിൽ നമുക്ക് 2 മണിക്കാണ് നടക്കുന്നത്. OMR ബേസ്ഡ് ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് അല്ല. +1 പ്രീ നീറ്റ് ആണെങ്കിൽ ഇതും 2 മണി ടു 3:20 വരെ 5:20 വരെയാണ് സമയം. OMR ബേസ്ഡ് ആണ്. അപ്പോൾ +1ലുള്ള മക്കൾ നിങ്ങൾ പ്രീ നീറ്റും പ്രീ JEEയും എഴുതുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ പ്രീ JEE എഴുതുന്നു, അതിനുശേഷം നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രീ നീറ്റ് എഴുതാം. ഓക്കെ, +2ലുള്ള മക്കൾക്ക് പ്രീ നീറ്റ് മാത്രമേ ഉള്ളൂ. ഉച്ചയ്ക്ക് ശേഷമാണ് നിങ്ങളുടെ എക്സാം വരുന്നത്. ആൻഡ് വൺസ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മളൊരു വിൻഡോയിൽ തന്നെ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അവൈലബിൾ ആക്കുന്നതായിരിക്കും. അതിനുശേഷം അതിപ്പം രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലാണ് അത് സംഭവിക്കുക. അപ്പോൾ നിങ്ങളെ അറിയിക്കും, നിങ്ങൾക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉപയോഗിച്ച മെയിൽ ID ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം എന്ന് നിങ്ങളെ അറിയിക്കും. അപ്പം ജസ്റ്റ് നിങ്ങൾ അയ്യോ മിസ് ഞാൻ രജിസ്റ്റർ ഒക്കെ ചെയ്തു പക്ഷേ എന്നെ ആരും കോൺടാക്ട് ചെയ്തില്ല എന്ന് കരുതി ടെൻഷൻ ആവണ്ട. എക്സാം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങളെ നമ്മൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം രജിസ്ട്രേഷൻ നാളെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കും നിങ്ങൾക്ക് എപ്പോൾ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, സോ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. സെപ്റ്റംബർ 22 നമ്മളുടെ എക്സാം. പ്രീ നീറ്റ് ആണെങ്കിൽ +1ൻ്റെയും +2ൻ്റെയും ഉച്ചയ്ക്ക് ശേഷം, പ്രീ JEE ആണെങ്കിൽ രാവിലെയാണ്. ഓക്കെ, യെസ്. ഇനി നമ്മളുടെ രജിസ്ട്രേഷൻ ഫീ എന്ന് പറയുന്നത് 150 റുപ്പീസാണ്. ആൻഡ് ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ വേഗം തന്നെ രജിസ്റ്റർ ചെയ്യുക. ഇനി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കാര്യം സിമ്പിളാണ്. നിങ്ങൾക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒന്നുകിൽ നമ്മളുടെ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാകും. ആ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ Examwinnerൻ്റെ വെബ്സൈറ്റിലേക്ക് വരാം, examwinner.com വരാം. ഓക്കെ, യെസ്, examwinner.com. അപ്പോൾ examwinner.com വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എക്സാം ഹബ്ബ് കിട്ടും. അവിടെ പ്രീ നീറ്റ് അല്ലെങ്കിൽ പ്രീ JEE എക്സാം കാണാം. അപ്പോൾ നിങ്ങളിവിടെ പ്രീ നീറ്റ് അല്ലെങ്കിൽ പ്രീ JEE എക്സാം അവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം രജിസ്റ്റർ നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ രജിസ്റ്റർ നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്യുക. നിങ്ങളുടെ പേര്, നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ, നിങ്ങളുടെ ഇമെയിൽ ID, ഇതൊരു കാരണവശാലും തെറ്റിപ്പോകാതിരിക്കുക കേട്ടോ. വാട്സാപ്പ് നമ്പറും ഒരു ആക്റ്റീവ് ആയിട്ടുള്ള മെയിൽ IDയും കൊടുക്കുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അച്ഛൻ്റെ പേര്, അച്ഛൻ്റെ നമ്പർ, വാട്സാപ്പ് ഉള്ളതാണെങ്കിൽ നല്ലത്. ആൻഡ് നിങ്ങളുടെ ജില്ല, നിങ്ങൾ ഏത് എക്സാമിലാണ് എക്സാം എഴുതാൻ പ്രിഫർ ചെയ്യുന്നത്, ഏത് ജില്ലയിലാണ് നിങ്ങൾ എക്സാം എഴുതാൻ പ്രിഫർ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾ പേ ചെയ്യുന്നു 150 റുപ്പീസ്. അതോടുകൂടിയിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. +1ലുള്ള മക്കൾ പ്രീ നീറ്റും പ്രീ JEEയും എഴുതുന്നുണ്ടെങ്കിൽ ഒരു തവണ പ്രീ നീറ്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുക. അതായത് എക്സാം ഇവിടെ ടൈപ്പ് ചെയ്താന്ന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്രീ നീറ്റ് കൊടുത്താൽ മതി. ആർ യു അപ്ലൈയിങ് ഫോർ? അപ്പോൾ +1 പ്രീ നീറ്റ് ആണെങ്കിൽ ആദ്യം അങ്ങനെ രജിസ്റ്റർ ചെയ്യുക. രണ്ടാമതായിട്ട് വീണ്ടും ഇതേ ഇത് ഫോളോ ചെയ്യണം, പ്രീ JEE എന്ന് കൊടുത്താൽ മതി ഓപ്ഷൻസ്. ഓക്കെ, ഈ രീതിയിൽ വേഗം തന്നെ രജിസ്റ്റർ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസ് ഒന്നുകൂടി രജിസ്ട്രേഷൻ ലിങ്ക് ഓപ്പൺ ആക്കുമോ, ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ ഷെയർ ചെയ്യുക. എല്ലാവരോടും സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും എഴുതാം. ഓൾ ദി ബെസ്റ്റ്.